തോമസേ, വാസുവേട്ടൻ പൊക്കോ. വാസുവേട്ടനെ തൊട്ട് നക്കാൻ പോലും ഞാൻ ഇനി ഒരു തുള്ളി തരില്ല. ദാഹിക്കുമ്പോ കുടിവെള്ളം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാം, പക്ഷേ ഒരു കുടിയൻ കുടിക്കാൻ ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടില്ല തോമസേ. അല്ലേ ഗോപാല? അതെ, ഇന്നലെ വാസുവേട്ടൻ ഇവിടെ നിന്ന് മോന്തിച്ചും പോയെന്ന് പറഞ്ഞ് അവളെന്നെ വിളിക്കാത്ത ചീത്തയില്ല. അതിന് രാവിലെ തന്നെ ചന്തയുടെ ഒത്ത നടുക്ക് വെച്ച്. എടാ ജോസഫ്, ഇത്തിരി തീ കൂട്ട്. ആര് ചീത്ത വിളിച്ചു തോമസേ നീ പറയണേ? ആ കാന്താരി, വാസുവേട്ടന്റെ മോള്. അവളല്ലാതെ ആരാ ഈ വാറ്റുകാരൻ തോമസിനെ ചീത്ത വിളിക്കാൻ? അത് ശരി. അപ്പൊ അവളെ പേടിച്ച? എടാ മണ്ട, വേണമെങ്കിൽ അവളെ വിളിച്ചോളന്ന് ഞാൻ പറയിപ്പിക്കാം. എനിക്ക് ആവശ്യമുള്ള സാധനം തരാൻ. എന്നെ അത്രയ്ക്ക് പേടിയാ. അല്ല, അവളുടെ കുഴപ്പമല്ല. വീട്ടിൽ ഞാൻ ഈ കാണുന്ന പോലെയൊന്നും അല്ല. പുലിയാ, സാക്ഷാൽ പുലി. അല്ലേ ഗോപാല? പുലി പെരിയാവണ കാണാം. അങ്ങോട്ട് നോക്കിയേ. വേഗം നടക്ക്. ഏറ്റ് ചേച്ചി, നീ എന്താ മോളെ ഇവിടെ? നിനക്ക് നിന്റെ അനിയനും സുഖം തന്നെയല്ലേ? അച്ഛൻ ഇങ്ങോട്ട് വരരുതെന്ന് എത്ര വട്ടം ഞാൻ പറയണം? അച്ഛൻ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്ക് തോന്നിയത് എത്ര നന്നായി. അല്ലെങ്കിൽ ഇന്ന് 4 കാലിൽ വീട്ടിലെത്തിയേനെ. അല്ല മോളെ, നിന്റെ അച്ഛൻ മനഃപൂർവ്വമല്ല. ഗോപാലേട്ടനൊന്നും മിണ്ടണ്ട. ഇനിയിപ്പോ ഗോപാലേട്ടന് വെളുപ്പിന് 5:45 മെയിലിന് കൊടി പൊക്കിയാ പോരെ? അത് മതി, അത് മതി. അപ്പൊ ഗോപാലേട്ടന് ഞങ്ങളുടെ കൂടെ പോരെ. ഞങ്ങൾ വീട്ടിലാക്കിയേക്കാം. വെളുപ്പിനെ വിളിച്ചുണർത്താൻ ഞങ്ങൾ സരോജിനി എടുത്ത് ഏർപ്പാട് ചെയ്യാം. അല്ലടാ? ഗോപാല, ഞാൻ രണ്ടാൾക്കും ഒരു തുള്ളി പോലും കൊടുത്തിട്ടില്ല കേക്ക കുട്ടി. ആ കൊടുത്തിരുന്നേലേ ഞങ്ങൾ ഈ ചട്ടിങ്കെല്ലാം ചവിട്ടി പൊട്ടിച്ചേനെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിയെന്ന്. എടുത്തോണ്ട് പോടാ ഇവരെ. പോടാ. ആ പോ പോ. ഇപ്പൊ ഞാൻ ശരി. ഞാൻ നാളെ വരാം ഗോപാല. പോട്ടെ. ആ സരോജിനി എടുത്തി, ഗോപാലേട്ടന് ഞാൻ കൈയോടെ പിടികൂടി. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ചെല്ലും മുമ്പേ ഒരു 3-4 കുപ്പിയെങ്കിലും അകത്താക്കി കാണും. നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ മേലെ കൊടുക്കണ എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ. ഇനി അവരെ അവരുടെ പാടായി. ചിരിക്കണ്ട ചിരിക്കണ്ട, അച്ഛന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരുന്നുണ്ട്. ഇന്നലെ മുല്ലപ്പൂ ചൂടി വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? മൊട്ടയൊന്നും വിരിയില്ല, അതിനു മുമ്പ് മുല്ലപ്പൂ. അത് മുതുപ്പാതിരക്ക് നടക്കണം. ചേരിപ്പൊടി 5, 6, 7, 8, 9, 10, 11, 12. മൊത്തം 15 പേരുണ്ട്. എന്നിട്ട് ദിവസം ഇടുന്നതോ 12 മുട്ട. തവിടും പിണ്ണാക്കും വെട്ടി വിഴുങ്ങുമ്പോ ആർക്കും ഒരു പിശുക്കും ഇല്ലല്ലോ. അല്ല, എന്തിനാ നിന്നൊക്കെ പറയുന്നേ? ആ അറവുകാരൻ ചെറിയാൻ 1ക്ക് 25 രൂപ വെച്ച് വില പറഞ്ഞതാ. അപ്പൊ ഞാൻ ഊഹൊന്ന് മൂളിയതാ. നിനക്കൊക്കെ എത്ര വളായത്? ദേ ദേ, ചീത്ത പറയുമ്പോ തിരിച്ചു ചീത്ത പറഞ്ഞാണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതരുത്. ആ പുരുഷൻ ചേട്ടാ, ഒന്നുകൂടി കറന്നു നോക്കൂ. ഇനി കറന്നാ ചോര വരും. ചോര കറന്ന എനിക്ക് ശീലല്ല. ഓക്കെ. ആ ബ്രോക്കർ കുഞ്ഞാപ്പിയുടെ തലയിൽ കല്ല് മഴ പെയ്യത്തേ ഉള്ളൂ. രാവിലെ 15 ലിറ്റർ, വൈകിട്ട് 10 ലിറ്റർ. എന്തൊക്കെ പറഞ്ഞതിന് എന്റെ തല കെട്ടിവെച്ചത്. ആ പിന്നെ അയാളുടെ അമ്മാവന്റെ കടയിൽ പാല് വെക്കാൻ ഓർഡർ ഉണ്ട്. അതാ ഒരു സമാധാനം. ഇപ്പൊ ആശ്വാസായി. അയാളുടെ അമ്മാവന്റെ കടയിലേക്കുള്ള പാലായി. അച്ഛനോട് ചായ ഉണ്ടാക്കിയ ചെറുക്കനെ വിളിച്ചോണ്ടോ പറഞ്ഞിട്ട് മണിക്കൂർ ഉണ്ടായല്ലോ. അവരുടെ ക്ലാസ് പരീക്ഷ ഉള്ളതാ. ഞാൻ വിളിച്ച അവൻ എണീക്കില്ല മോളെ. ഓ എണീക്കത്തില്ല മോളെ എന്ന് പറഞ്ഞ അവനെ വിളിച്ചോണ്ടത്തിന്റെ ഉത്തരവാദിത്തം തീർന്നല്ലോ. ഇപ്പൊ കാണിച്ചില്ല. അവനാണ് ആസനത്തിൽ സൂര്യ ചൂടിച്ചാൽ എണീക്കത്തില്ല. എടുത്തേവാ. ആഹാ എണീക്കണം, എണീക്കാൻ. ചേച്ചി എന്നെ വിളിച്ചത് നന്നായി, അല്ലേ ഞാനങ്ങ് ഉറങ്ങിപ്പോയനെ. അവന്റെ ഒരു വേഷം കെട്ടില് പോരുന്ന് പഠിക്കണം. ചായ 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 ചായ. ആ ചായ വന്നല്ലോ. കൊച്ചമ്പര എണീറ്റോ? ചായ കുടി. ഈ ചേച്ചി എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അച്ഛാ. അച്ഛൻ ഇന്നും പാലും പഞ്ചസാരയും ചായപ്പൊടി ഒന്നിച്ചിട്ട് തിളപ്പിച്ചല്ലേ? എളുപ്പമുണ്ടല്ലോ. പക്ഷെ കുടിക്കാൻ സ്വാദ് വേണ്ടേ ചാ? അയ്യോ, പശുവിനെ അയച്ചുവിടെ മറന്നു. ദേ അഴിച്ചു വിടുന്നൊക്കെ കൊള്ളാം. എന്റെ കപ്പയും വഴിയൊന്നും തൊട്ടു പോകരുത്. വല്ലോം തരണേ അപ്പുറത്തെ പഞ്ഞിക്കാരന്റെ പറമ്പി പോയി തിന്നോളണം കേട്ടോ. മോളെ,
നീ എന്നും പശുവിനെയും കോഴിയും വെല്ലവന്റെ പറമ്പ് തള്ളി വിടരുത്. എന്നാലേ എന്റെ പശുവിന്റെ മേയൻ അച്ഛൻ സ്വന്തമായി കുറെ പറമ്പിങ് വാങ്ങിത്താ. എടി, ആ പഞ്ഞിക്കാരനെങ്ങാനും ലീവിൽ വന്നാൽ നിന്റെ പശുവിന്റെയും കിടാവിന്റെയും എല്ല് ബാക്കി കിട്ടില്ല. 10-12 വർഷമായിട്ട് പട്ടാളത്തുനിന്ന് ലീവ് കിട്ടാത്ത ആളാ. പറമ്പി പശുകറി എന്ന് പറഞ്ഞ ഉടൻ ലീവ് കിട്ടാ. നീ ധൈര്യമായി പോയി മേഞ്ഞോടി. മര്യാദയ്ക്ക് പോയിരുന്നു പഠിച്ചോ, അല്ലെങ്കിൽ അവളെ ചീത്ത കേൾക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ കാര്യം വിടും. അച്ഛന് ചീത്ത കിട്ടാ നോക്കിയാ മതി. ഓ, അച്ഛൻ ഇറങ്ങിയിട്ട് വരാം മോളെ. നിക്ക്. അച്ഛൻ ഇന്ന് പുഴക്കരെ പോയെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ. മോളെ, അച്ഛൻ ഇന്നു മുതൽ ഈ നിമിഷം കൂടി നിർത്തി. ഇത് സത്യം സത്യം സത്യം. അച്ഛൻ ഇങ്ങനെ എന്നും കള്ളസത്യം ഇട്ടിട്ടാ എന്റെ അമ്മക്ക് നേരത്തെ പോയത്. ഇനി എന്നെയും കൊല്ലല്ലേ. മോളെ, ഞാൻ വെറുതെ പറഞ്ഞല്ല അച്ഛാ. സ്കൂളിൽ കൊണ്ടുവരാനുള്ള മുട്ട പറിച്ചിട്ടില്ലേ ചേച്ചി? പരീക്ഷ തോറ്റിട്ട് ഇങ്ങ് വാടാ. അപ്പൊ ഞാൻ പൊരിക്കുന്നുണ്ട്. ഉം. ആ പിന്നെ വൈകിട്ട് സ്കൂളിൽ വിട്ട കാള കളിച്ച് നടന്നേക്കരുത്. നമുക്ക് ചന്തയിൽ പോകാനുള്ളതാ. ആ. ഉള്ളതാ ചേച്ചി. ഗംഗേ, അച്ഛൻ പച്ചക്കറി വാങ്ങി പകല് 20 തരാനുണ്ട് കേട്ടോ. ഒരു 100 രൂപ തരാണ്ട് ചോദിക്കുന്ന മനസ്സിലാക്കാം അല്ലേടാ. ആ. ഇതുവരെ 20 രൂപ. നാടില്ലല്ലോ. അതെ അതെ അതെ. എനിക്കെങ്ങേ ദേ അടുത്തത്. നീ രാവിലെ ഒന്ന് പറഞ്ഞു ഒട്ടും കുഴപ്പമില്ല. ചായ കുടിച്ചാടും കൂടെ എന്നെ ആ ചീത്ത പറയണം. നല്ല കൊഴുപ്പുള്ള പാല് വേണേ അത് ഞാൻ തരാം. പക്ഷെ പാലില് മണ്ണര ഇട്ടെന്നിരിക്കും. ഇതിപ്പോ കൊഴുപ്പില്ലെങ്കിൽ എന്താ, നല്ല ശുദ്ധമായ പാലല്ലേ അല്ലടാ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് രാഘവേട്ടാ? ഓ, നഷ്ടോ മോളെ. ആ, അളവും തൂക്കൊന്നും പിടിയില്ലാത്തവരെ ആ പണി ഏൽപ്പിച്ച അങ്ങനെ ഇരിക്കും. ദാ 25 മുട്ടയുണ്ട്. 25-ന് 1.50 വെച്ച് 37 രൂപ 50 പൈസ. എങ്ങെടുത്തോ? എടി മോളെ, മുട്ടയ്ക്ക് ഇപ്പൊ 1.40 ഉള്ളൂ. മാർക്കറ്റൊക്കെ ഇടിവാ. ദിവസം മാർക്കറ്റ് ഇടിയ മുട്ട എന്താ സ്വർണ്ണോ അത് വെള്ളിയോ? എന്നാ 1.45 വെച്ച് തരാം. ദേ ഇവിടെ വേറെയും കുറെ കടയുണ്ട് കേട്ടോ. തട്ടിക്കളയാറായില്ലേ ഇതിന്? കേക്കട്ടെ. ദാ മോളെ, 37 രൂപ. ദാ. ആ, ഇതിന്റെ കൂടെ ഒരു 50 പൈസ കൂടി തികച്ചും കിട്ടാം. രാഘവേട്ടാ, ഈ ലോഡൊന്ന് ഇറക്കിക്കേ. ഗംഗ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു വീടിന്റെ അമ്മയാ. അച്ഛനും എന്റെ ദേവനും അടങ്ങുന്ന വീടിന്റെ അമ്മ. എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ ഞാൻ സ്നേഹിക്കും, കെട്ടു. അതിനപ്പുറം ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഗംഗെ, എനിക്കതിന് കഴിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എങ്കിൽ വീട്ടിൽ വരൂ, അച്ഛനോട് സംസാരിക്കൂ. അല്ലാതെ പ്രേമിച്ച് നടക്കാനൊന്നും ഗംഗ കിട്ടില്ല. അച്ഛനെയും ദേവനെയും വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ചേച്ചി